Welcome back to our YouTube channel. Okay? Yeah. YouTube channel പേരെന്താ? Jasna Irfan. Jasna Irfan. Okay. Yeah. Like. Why not Irfan Jasna? അതന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ ഇർഫാൻ ജസ്ന എന്നുള്ള എല്ലാവരും ഒരു ലേഡി മെൻ എന്നുള്ള ടൈപ്പ് ഓഫ് അങ്ങനെയല്ല. ബിക്കോസ് വൈ നോട്ട് ഇർഫാൻ ജസ്ന റൈറ്റ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പുതിയ സംഭവം കൂടി തുടങ്ങിയിട്ടുണ്ട്. മോർണിംഗ് ചിറ്റ് ചാറ്റ് FT ജസ്ന ഇർഫാൻ. സോ അതിന്റെ മാച്ച് ആയിട്ട് ഓക്കെ. സോ ഇന്നത്തെ ചാലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറയാൻ പറ്റൂല. പക്ഷെ കാരണം നമ്മൾ തമ്മിൽ ആർക്കാണ് അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനല്ല, എനിക്ക് അന്നാണോ എനിക്ക് ഇന്നാണോ? എനിക്ക് അന്നാണ് കൂടുതൽ അറിയാം, എനിക്ക് ഇന്നാണ് കൂടുതൽ അറിയാം. അതിനാണ് ഹൂ നോസ് മീ ബെറ്റർ. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോദ്യമല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് ഫസ്റ്റ് കാറിലിരുന്നിട്ട് നമ്മളിത് പണ്ട് ലൈക്ക് 3-4 years ബാക്ക് നമ്മള് കാറിലിരുന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ തരംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ തരംഗമായിട്ട് ആൾക്കാർക്ക് നമ്മൾ തരംഗം നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെന്നെ തരംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മള് എന്താ 7 seconds ചാലഞ്ച് അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ഫസ്റ്റ് ടൈം എനിക്ക് പറയാനുള്ളത്, ആ സമയത്തും ഞാൻ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ ചോദിക്കുന്നുണ്ട്. അപ്പൊ മുമ്പ് ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ he doesn't notice that, right? He don't even care about me. പറ, you don't even care about me, right? ഈ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയ ഓരോ ഭർത്താക്കന്മാരും കമന്റ് ആവും. ഒരു വട്ടം പറയുമ്പോ ഓക്കെ, 2 വട്ടം പറയുമ്പോ ഓക്കെ. Okay, so you start. Questions 10 കഴിഞ്ഞിട്ടില്ല and 10 questions ആണ് നമുക്കുള്ളത്. ഓക്കെ, ഞാൻ ഇതിന്റെ അവിടെ യെസ് ഓർ നോ എന്നുള്ളത് മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, സോ മൈ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഫസ്റ്റ് വൺ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് കൊടുക്കാം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫ്ലേവർ ഓഫ് കേക്ക് ഓർ സംതിങ്? ചോക്ലേറ്റ്. പറയാൻ പറ്റൂല, കാരണം കഴിഞ്ഞ പ്രാവശ്യം വാനില കേക്ക് വാങ്ങി വന്നിട്ട് പറയും എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അതോടെ കൂടി വേറെ ഫ്ലേവർ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒരൊറ്റ ഫ്ലേവർ ഓർമ്മ, ചോക്ലേറ്റ്. പന്തക്കും സലവാത്തും. നിന്റെ ചോദ്യം, നമ്മള് ഫസ്റ്റ് മീറ്റ് ചെയ്ത ഡേറ്റ്? ഫസ്റ്റ് മീറ്റ് ചെയ്ത ഡേറ്റ് I remember it's in August. August 5. No. 15 August. August 15 എങ്ങനെയാവാ? August 14. Sorry. അതെനിക്ക് സത്യം അവളാണ് എനിക്ക് ഓർമ്മയില്ലാട്ടോ. 14 ഫ്രഷേഴ്സ് ഡേ ആണ്, കോളേജിലെ ഫ്രഷേഴ്സ് ഡേ ആണ്. Wrong. Yes. അല്ല. Wrong അല്ല, yes ആണ്. പറഞ്ഞോ. Because അതിന്റെ മുന്നേട്ടോ ഓഫീസിലേക്ക് കയറിയെന്നല്ലേ? അതന്ന് തന്നെ കയറി വന്നത് ഫ്രഷേഴ്സിന്. അതിന് മുന്നേ ഞങ്ങൾക്ക് 10 ദിവസം മുന്നേ ക്ലാസ് തുടങ്ങി. ആ 10 ദിവസം മുന്നേ ക്ലാസ് തുടങ്ങിയ സമയത്ത് അതായത് സീനിയേഴ്സ് ഒന്നും ക്ലാസ്സിൽ, യങ്സ്റ്റേഴ്സിന് മാത്രമേ ക്ലാസ് ഉള്ളൂ. അന്ന് ഇവരെ ഫ്രണ്ട്സും, അതായത് ക്ലാസ്സിലെങ്കിലും ഇവര് കോളേജിൽ അല്ല, അന്ന് മൂപ്പർ എന്നെയും കണ്ടിട്ടില്ല. പക്ഷെ മൂപ്പര് നോട്ടീസ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞ നമ്മൾ രണ്ടാളും നേർക്ക് നേരെ നിന്നിങ്ങാട്ട് ഐ കോണ്ടാക്ട് വന്ന ഫസ്റ്റ് ക്ലാസ്സിൽ. പിന്നെ ഐ കോണ്ടാക്ട് ഒക്കെ നിങ്ങളാരാ? ഞാൻ ഐ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഏത് ചങ്ങായി, ലോക്കൽ ചങ്ങായി. എന്നിട്ട് ഇങ്ങനെ കയ്യൊക്കെയും സോറി സാറെന്നും പറഞ്ഞു. പിന്നെ അപ്പൊ ഈ തെറ്റിച്ചിട്ടോ? ഒന്നും തെറ്റായ അത് ചോദിച്ചോ. വാട്ട് ഈസ് മൈ ബ്ലഡ് ഗ്രൂപ്പ്? AB പോസിറ്റീവ്. ഓപ്ഷൻസ് ഇവിടെ ഇല്ല. ബ്ലഡ് ഗ്രൂപ്പ് ആകെ 5-6 ഉള്ളൂ. ഞാൻ ഡേറ്റ് എന്നോട് പറഞ്ഞല്ലോ 15 അല്ല, ഈ ഒരു ഡേറ്റ് പറഞ്ഞു 5 അല്ല, വേറെ പറഞ്ഞോന്ന് പറഞ്ഞു.
AB പോസിറ്റീവ് A പോസിറ്റീവ് പറയാൻ പോവാ. അങ്ങനല്ലേ ഒന്ന് നിങ്ങൾ പറഞ്ഞ തീരുമാനിച്ചു ഓക്കെ ഞാൻ സമ്മതിച്ചു. എന്റെ ക്വസ്റ്റ്യൻ അല്ലേ? എനിക്ക് എന്റെ അമ്മന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പത്തിരിയും ചെറുപയറും ആക്കിപ്പോ ചോദിക്കാനുണ്ടോ? ഇവരെ അമ്മന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നല്ല, ഇവരെ ഫുഡ്. അതായത് മാസത്തിൽ 30 ദിവസം ഉള്ളതിൽ 30 ദിവസം പത്തിരി ഉണ്ടാവും. പിന്നെ പത്തിരിന്റെ കൂടെ വേണമെങ്കിൽ ഒരു ദിവസം ദോശ. പത്തിരി ചൂടാൻ ജില്ല പണിയൊന്നല്ല മോളെ. യൂട്ടുണ്ടാക്കി തരണമെങ്കിൽ പിന്നെ പോലുള്ള പത്തിരി ഞാനൊക്കെ അതുകൊണ്ട് എന്താ കല്യാണം കഴിഞ്ഞാൽ മുമ്പ് പത്തിരി തിന്നില്ല. പിന്നെ ദോശ ഒരു പത്തിരിയിൽ നിന്നും ട്രാൻസിഷൻ. അത് വല്ലാത്ത ട്രാൻസിഷൻ. ഓക്കെ എന്റെ ഇടക്ക് നോക്കുന്നുണ്ട് നിങ്ങള്. ഒന്നാട്ടോ ശരിയാക്കി. ഞാൻ ഈ ശരിയാക്കിയെങ്കിൽ മാത്രം ഞാൻ ടിക്ക് ഇടാം. ഓക്കെ ഞാൻ 3 ചോദിച്ചില്ലേ? ഈ 2 ചോദിച്ചു. ഇപ്പൊ 3 ചോദിക്കാൻ പോന്നെ. ഒരൊറ്റ മിനിറ്റ്. What size shoe do I wear? Shoe 41. AB പോസിറ്റീവ് കൂടി ഒരു ചാൻസ് കൂടി തന്നെ ഞാൻ പറയും. നിങ്ങൾക്ക് വേണം എന്റെ അമ്മത്തെ AB പോസിറ്റീവാ. അമ്മ വാപ്പ ആരും. എന്റെ കുടുംബത്തില് ഞങ്ങൾ 4 ആൾക്കാർ A പോസിറ്റീവാ. AB പോസിറ്റീവ് തവിട് കൊടുത്ത് വാങ്ങിയതാ തോന്നുന്നു. ഓള് മാത്രം A നെഗറ്റീവ് ആയി പോയി. ഓള് പണ്ട് എന്നോട് പറയുന്നു, പിന്നെ അതായത് ഞാനല്ലേ ചെറുത്, ഇന്നെ തവിട് കൊടുത്ത് വാങ്ങിയ ഇന്നെ തവിട് കൊടുത്ത് വാങ്ങിയാൽ മീൻസ് ഇതാക്കിയതാണെന്ന്. കുറച്ച് ബുദ്ധി വന്നപ്പോ ഓളത് A നെഗറ്റീവ് ഉണ്ട് A പോസിറ്റീവ്. പിന്നെ ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങി, ഇന്നെ തവിട് കൊടുത്ത്. ഞാനാണ് ഞാൻ കളിക്കില്ല കേട്ടോ. ഓക്കെ ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോ ഏത് പൊസിഷനാണ് കളിക്കുന്നത്? ഫുട്ബോൾ കളിക്കുന്നതിന് പൊസിഷൻ ഉണ്ട്, ഓടല്ലേ? എന്നാ ഓടുണ്ടല്ലോ. ഞാൻ നടുന്നാണ് ഓടല്, മുമ്പെന്നാണ് ഓടല്, ബാക്കിന്നാണ് ഓടല്? ഫോർവേഡ്. സെന്റർ ബാക്ക്. സെന്റർ ബാക്ക്, റൈറ്റ് ബാക്ക്. ബാക്ക് എനിക്ക് തോന്നിക്കും. ഞാൻ വെച്ച് ഫുട്ബോളിലെങ്കിലും ചിലപ്പോ ഫ്രണ്ടിൽ ഉണ്ടാവും. വലിയ കോമഡി പോയായിരുന്നു. Okay, my favorite color. അതും തെറ്റിട്ടോ. Your favorite color? Color blue. തെറ്റി. It's black. Oh, black city ya. അടുത്ത്. No ആട്ടോ അത് color ഒക്കെ. ഒക്കെ കഴിഞ്ഞു. 1 2 3 കുറച്ച് ഈസി തരാം. അനക്ക് 3 ക്വസ്റ്റ്യൻ ഇപ്പൊ കിട്ടിയില്ല എന്ന് പറഞ്ഞേ. My passion. Acting. ചീപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. ഇപ്പൊ വരിക അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് കാണിച്ചത്. ഒരാഴ്ച എന്താ ഞാൻ പറഞ്ഞേ? അടുത്ത് ഞാൻ പറഞ്ഞുതരാം. പറയണ്ട അടുത്ത് What was my passion is ശരിയാക്കി. ഓക്കെ What was my roll number in college? 26. Yeah. 26 was majestic. ABCD FG JK LM അപ്പൊ K ആവുമ്പോൾ ഞാൻ 21 ആണ് എൻ്റെ. 21 was Induleka. JJ 22. India. 20 Huda 22 ഞാൻ. ഓക്കെ അത് ശരിക്കും നോ ആട്ടോ. 3 ഓപ്ഷൻ എന്നാലും ഞാൻ ഏകദേശം എത്തിയല്ലോ. എൻ്റെ 10th മാർക്ക്. അതായത് പ്ലസ് ആണല്ലേ? +2 അതുകൊണ്ടാ ഞാൻ ചോദിക്കാത്ത. 10th പറഞ്ഞു 8 ഒരേ അല്ല പറ പറഞ്ഞോ. അല്ല എന്തോന്ന് ചോദിക്കാൻ തോന്നിയില്ല. 8 ഒരേ ഒരു B അല്ല AB പോസിറ്റീവ് പഴച്ചോളി എന്ന് പറയുന്നത്. അത് B
മെല്ലെ പറയും. B+ അതാണ് ശരി. ഞാൻ പറയട്ടെ നീ പറഞ്ഞില്ലേ ഞാൻ പറയട്ടെ ഉണ്ടാക്കി ഞാൻ പറയട്ടെ പഠിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ AB പോസിറ്റീവ് A പോസിറ്റീവ് അതെന്താ അറിയോ ഇല്ലല്ല ഒന്നും പറയണം സംബന്ധമല്ലോ A പോസിറ്റീവ് അല്ല A+, പിന്നെ ഞാൻ വിചാരിക്കുന്നത് B ആണ് അടുത്തെന്നാണ്. അതിന്റെ കുഴപ്പമില്ല ഞാൻ CBSE അല്ലേ നിങ്ങളെ പോലെ കേരള ഞാൻ സ്റ്റേറ്റ് അല്ലേ. മോനെ ഞാൻ എന്റെ ലൈഫിൽ 14 വർഷവും CBSE പഠിച്ചത്. Which year I got my first phone? ഈ +1 പഠിക്കുമ്പോ അത് ഏത് ഇയറാന്നൊക്കെ ഞാൻ എങ്ങനെ പറയാം. 2018 കോളേജ്, 16 +1, 15 16 17 16 17 +1 17 18 2016 ഉറപ്പിച്ചോ? 2015 or 16 ആണ് 16. മോനെ അടുത്ത ചോദ്യം ഞാൻ ഇപ്പോഴേ ചോദിക്കട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചോദിക്കാം. ഞാനല്ലേ ഇനി ചോദിക്കണ്ടേ. എന്റെ ഫസ്റ്റ് സാലറി എത്രയായിരുന്നു? ഞാനെന്തോ പേപ്പറിലാക്കാൻ എന്തോ പോയത് ഇപ്പോഴാണ് കിട്ടിയതാണ് എന്റെ പറഞ്ഞത്. നാട്ടിലുള്ളതോ ഇവിടെ ഉള്ളതോ? ഇവിടെ ഉള്ളത്. ഇവിടെ നാട്ടിലല്ല ചില്ലറ പണിക്ക് അതല്ല അല്ലേ. 1200 എന്നോട് പറഞ്ഞ അങ്ങനെ എന്നോട് പറഞ്ഞൊന്നുമില്ല. അത് എൻ്റെ ഈ പണ്ടത്തെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയിൽ ഉണ്ടായ ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ അതിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. 1100 800 അത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്നാലും ഓക്കെ, വാട്ട് വാസ് മൈ ഫസ്റ്റ് ഫോൺ ബ്രാൻഡ്? എനിക്ക് തന്നെ നോക്കിയ സാംസങ്. കളിക്കാണ്ട് കാര്യം സാംസങ് ബ്രാൻഡിന്റെ പേര് വരാണ്ട്. സാംസങ്. ഞാൻ എന്റെ അമ്മന്റെ ഫോണല്ല ചോദിക്കുന്നത്. അത് എനിക്ക് ഫസ്റ്റ് ഉപ്പ വാങ്ങി തന്ന ഒരു ഫോൺ, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഫോണർ എന്റെ ഫോൺ അല്ല, മൈക്രോസോഫ്റ്റ്. എന്റെ ഫസ്റ്റ് ഫോൺ. അതാ ക്വസ്റ്റ്യൻ അതിലുണ്ടോ? ഇത് കാണിച്ചു തന്നല്ലേ. ലാസ്റ്റ് കാണിച്ചിരുന്നുണ്ട് നിങ്ങളെ ഫസ്റ്റ് ഫോൺ. മൈക്രോസോഫ്റ്റ് ഒന്നും വാങ്ങിക്കാനുള്ള കുഴപ്പമൊന്നും ഇല്ലാത്ത കൊണ്ട് മൈക്രോസോഫ്റ്റിന് ഞാൻ അന്ന് വരെ ഓഫർ അതല്ലേ ഓഫർ. പിന്നെ എന്റെ ഉപ്പ എനിക്ക് ഐഫോൺ വാങ്ങി തന്നു. എന്റെ ഉപ്പാക്ക് ഓഫറിന് കിട്ടാത്ത ഒരേ ഒരു സാധനം ഉണ്ടായി, ഞാൻ മാത്രമേ. അതാണ് പാളിപ്പോവും ചെയ്ത്. അതാണ് ഓഫറിന് കിട്ടുന്ന എടുക്കുന്നത്. ഒരു ക്ലൂ തരൂ, ടച്ച് ആണോ അല്ലേ എന്നുള്ളത്? ടച്ച് അല്ല. അല്ല, അപ്പൊ നോക്കിയ ബ്രാൻഡ് അല്ലല്ലോ പറയുന്നത്. പിന്നെന്താ പറയണ്ടേ? ഏതാണ് ഫോൺ എന്ന് വെച്ചാല് ടച്ച് അല്ലാതെ ക്ലൂ വന്നാലും പിന്നെ നോക്കിയല്ലേ, അപ്പൊ സുഖല്ലേ. എന്താ മറ്റേ സാംസങ്ങിനൊക്കെ ഉണ്ടെങ്കിലോ? നോക്കിയ 6700. നമ്പറോ? ഫോൺ നമ്പറാ? കുഴപ്പമില്ല, ഫസ്റ്റ് ഫോൺ ഞാൻ തന്നു. അത് തരണം, ഞാൻ മൈക്രോസോഫ്റ്റ് എന്നാ പറഞ്ഞേ. ഇനി 3 ചോദ്യം കൂടി എനിക്ക് ബാക്കി കിട്ടോ. എനിക്ക് 1 2 3 4 5 6 7 8 2 ചോദ്യം ഞാൻ ഉണ്ടാക്കണല്ലേ. എനിക്ക് 3 ചോദ്യം ഉണ്ടാവും. ഒരു ചോദ്യം ഓൾറെഡി ഉണ്ട്. നോക്കി ഞാൻ ചോദിക്കണം. ഇത് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരും കേട്ടോ. വാട്ട് ഈസ് ദ പാസ്വേഡ് ഹിന്റ് ഐ ഓൾവേസ് യൂസ്? ഓക്കെ, ഇത് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ, അതായത് ഞാനിപ്പോൾ ഒരു 10-ലൊക്കെ പഠിക്കുന്ന മുതലേ യൂസ് ചെയ്യാൻ തുടങ്ങിയതല്ല. ഞാനൊരു +1 അത് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ എന്താ പറയാ, ഈ ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് അല്ല, പക്ഷെ ഞാൻ ഇപ്പൊ എന്തിലെങ്കിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്, പാസ്വേഡ് അല്ല പറയുന്നത്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പേര് മാത്രം. ഓക്കെ,
നിങ്ങളാ അത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്നതിലൊന്നും അതില്ലാലോ. എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. എന്നെ കിട്ടിയത് അത് ചോദിക്കാനുണ്ടോ ക്വസ്റ്റ്യൻ? ഞാൻ പറയട്ടെ. ഒരു അത്ഭുതം സംഭവിച്ചു. അപ്പൊ ആ അത്ഭുതം സംഭവിച്ചത് ഒരാള് കാരണം. അതും അറിയില്ല. ആൾക്കറിയാലോ ഒരു അത്ഭുതം എന്താണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താ? എന്നെ കിട്ടിയത് അല്ല ട്രാജഡി ആണോ? ട്രാജഡി ആണോ? അല്ല, നല്ലത്. ലാറ വേഗം അത്ഭുതം. ഞാൻ എന്റെ കിണ്ടി ഉമ്മ ഉമ്മൊക്കെ ഞാൻ ജനിക്കുമ്പോഴേ എനിക്ക് കിട്ടിയതല്ലേ. പോയോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ സെർട്ടൻ പോയിന്റ് നിർത്തിയപ്പോ എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ അങ്ങനെ പോയി. ഇത്ര ഒന്നും പോയില്ല, ഇത്ര പോയി. അതൊരാള് കാരണമാണ് പോയത്. ആ ആളെ ഓർപ്പിച്ചോ? നോ, ഷാഫി. ഞാൻ അതിലേക്ക് എത്തിയില്ല. അത് ഒരിക്കലും ചിന്തിച്ചു. അപ്പൊ അത് പോയിട്ടോ. ഇനി അടുത്ത് എനിക്ക് കൂടുതലും ഇടാൻ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഡ്രസ്സ്, അതായത് ചുരിദാർ ടൈപ്പ് അങ്ങനത്തതാണോ, അല്ലെങ്കിൽ ഒരു ജീൻ ടോപ്പ് ടൈപ്പ് അങ്ങനത്തതാണോ, അല്ലെങ്കിൽ ഒരു അബായ ടൈപ്പ് മോഡസ്റ്റ് വെയർസ് അങ്ങനത്തതാണോ? എനിക്ക് കൂടുതൽ ഓവർകോട്ട് അബായ ടൈപ്പ് സാധനങ്ങളാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സംഭവം അടുത്തത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാറോ മറ്റേ എന്റെ ഒപ്പം പഠിച്ചവന്റെ അളിയൻ. എനിക്ക് അറിയാം സാറിന്, സെയിം സാർ. എനിക്കും ഇഷ്ടാ സാറിനെ. ഇതെല്ലാം ഒരു ഭയങ്കര നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടോ? സോ ഗൈസ്, നമ്മളെ ഫോൺ ചെറുതായിട്ടൊന്ന് ഓഫ് ആയി പോയി. അപ്പൊ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും പിന്നെ സ്ക്രിപ്റ്റഡ് പോലെ പോയില്ല. അപ്പൊ നമ്മള് 9 ക്വസ്റ്റ്യൻസ് കിട്ടി. 9 ക്വസ്റ്റ്യൻസ് കിട്ടി. ഒരു ക്വസ്റ്റ്യൻ കിട്ടാത്തോ? അപ്പൊ നിങ്ങൾക്ക് 9 9 ക്വസ്റ്റ്യൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തോ. ഈ 4 ശരിയാക്കി. ഞാൻ എത്ര ശരിയാക്കി? 5. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ റെഡിയാക്കിയതായിരുന്നു ഗൈസ്. ഞാൻ 6 ശരിയാക്കി. ശരിക്കും 6 ഞാൻ ശരിയാക്കി. ഏത്? അത് എ ബി പോസിറ്റീവ് അല്ല, സോറി, ഇത് മറ്റേ 21ന്റെ 22 അതൊക്കെ വളരെ വളരെ എന്താ പറയാ, ഇതില്ലാത്ത സംഭവങ്ങളാണ് പറയുന്നത്. സോ എനിവേ മൂപ്പർ ജയിച്ചതാണ് മൂപ്പർ പറയുന്നത്. ആക്ച്വലി 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. 10 ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 5 questions ഞാനും 5 questions ഫാനും ആൻസർ ചെയ്തിട്ടുണ്ട്. So we both are a tie and you guys can comment if നിങ്ങൾ കമന്റ് ചെയ്യ്. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ തോൽവി സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അതല്ല കമന്റ് ചെയ്യേണ്ടത്. കമന്റ് ചെയ്യേണ്ടത് ആ 21 നമുക്ക് അലോ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ we will be back with another challenge. എന്ത് കൈൻഡ് ഓഫ് ചലഞ്ചുകളാണ് ഈ ഇതിലൂടെ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ ഇതേപോലെ തന്നെ കപ്പിൾ ചലഞ്ചസ് മാത്രമേ ഉണ്ടാവുമല്ലോ, വേറെ ഉണ്ടാവും? യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, താങ്കൾ എന്തൊക്കെയാണ് ഈ ഒരു ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിട്ട് എന്തൊക്കെ? എന്റെ വ്യൂവേഴ്സ് എന്ത് വേണം അത് പറയൂ. നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈഫ് സ്റ്റൈൽ ആണോ, അല്ലെങ്കിൽ ഡെയിലി വ്ലോഗ്സ് ടൈപ്പ്? ഒരു സ്റ്റൈലും ഇല്ലാത്ത പോലെ എന്ത് ലൈഫ് സ്റ്റൈൽ ആണ് പറയും. അടുത്തത് അതന്നെ ഇതിന്റെ എന്ത് ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാനാ? ലൈക്ക് ഡെയിലി വ്ലോഗ്സ്. ഡെയിലി എന്ത്
ഡെയിലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഡെയിലി വ്ളോഗ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതും കട്ട്. അടുത്തത് അടുത്തത് വരും. ഓക്കെ, ഡെയിലി വ്ളോഗ്സ് വരും. പിന്നെന്താ, ലൈഫ് സ്റ്റൈൽ വരും. ലൈഫ് സ്റ്റൈൽ എനിക്കൊരു ഇതിൽ ഭാവിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് നമ്മൾ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ കമന്റ് ബിലോ ആൻഡ് സബ്സ്ക്രൈബ്. അതാണ് മെയിൻ സംഭവം. സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്, ലൈക്ക്, അധികം സബ്സ്ക്രൈബ് ഒന്നും വേണ്ട. ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് 2 ലക്ഷം വാച്ച് മതി. ഒരു വർഷങ്ങളിലെ ബാക്കി ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ നിന്നോലൊക്കെ ഒഴിവാക്കിണ്ടോ? ഈ കാരണം 10,000 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വാച്ചും വ്യൂസും ഒക്കെ ഒന്ന് തന്നെയാണ്. വാച്ച് ഓക്കെ കഴിഞ്ഞില്ലേ? Okay guys, bye. See you on next video.